അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുണ്യങ്ങളുടെ മാസമായ റമദാൻ ആഗതമായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. പരിശുദ്ധ റമദാൻ ഖുർആനുമായി ഏറെ ബന്ധം പുലർത്തേണ്ട ഒരു മാസമാണ്. ഖുർആൻ മുഖേന നമ്മുടെ പദവികൾ ഉയരേണ്ടതുണ്ട്. മഹാനായ സഹാബി ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഏറെ ശ്രദ്ധേയമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് സൂറത്തുൽ ബയ്യന ഓതി കേൾപ്പിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്, അല്ലാഹു സമ്മാനി ലക്, അള്ളാഹു എൻ്റെ പേര് താങ്കളോട് പറഞ്ഞുവോ? അതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ കരയുന്നുണ്ട്. ഈ ഖുർആൻ മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ വലിയൊരു അംഗീകാരമാണത്. മഹാനായ ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ഖുർആനിൽ ഏറെ പാണ്ഡിത്യമുള്ളൊരു സഹാബിയായിരുന്നു. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. തീർച്ചയായും അള്ളാഹു ഈ ഖുർആൻ മുഖേന ചിലരെ ഉയർത്തും, അതുപോലെ ഈ ഖുർആൻ മുഖേന ചിലരെ താഴ്ത്തുകയും ചെയ്യും. നമ്മൾ ചിന്തിക്കേണ്ടത് ഖുർആൻ മുഖേന അള്ളാഹുവിങ്കൽ പദവി ഉയരുന്നവരാണോ നമ്മൾ, അതല്ല പദവികൾ താഴ്ന്നു പോകുന്നവരാണോ എന്നാണ്. നാം ഓരോ പ്രാവശ്യം ഖുർആൻ ഓതുമ്പോഴും അള്ളാഹുവിങ്കിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുന്നുണ്ടോ, അതല്ല നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്നത് ഞാനൊരു ഹാഫിദാണ് അല്ലെങ്കിൽ ഒരു ഹാഫിദയാണ് അല്ലെങ്കിൽ നല്ല മധുരമുള്ള ശബ്ദത്തിൻ്റെ ഉടമയാണ് എന്ന് ജനങ്ങൾ പറയുവാനാണോ നമ്മൾ ഖുർആനുമായി ബന്ധം പുലർത്തുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഏതൊരു ഇബാദത്തിനും ഏതൊരു ആരാധനാ കർമ്മത്തിനും അടിസ്ഥാനമായി അത് സ്വീകരിക്കുവാൻ വേണ്ട ഒരു നിബന്ധനയാണ് അൽ ഇഖ്ലാസ് എന്നുള്ളത്, നിഷ്കളങ്കത എന്നുള്ളത്. വിശിഷ്യ ഈ റമദാനിൽ നമ്മുടെ എല്ലാ ആരാധനാ കർമ്മങ്ങളും ഇഖ്ലാസോട് കൂടി നിഷ്കളങ്കതയോട് കൂടി ചെയ്യുവാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തഖബ്ബൽ അല്ലാഹു മിന്നാ വ മിൻകും സാലിഹൽ അഅമാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.